ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മഷ്റൂം അതായത് കൂണ് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ മസാല ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പം നല്ല 2-3 തവണ നമ്മൾ അതൊന്ന് പിച്ചിങ്ങനെ എടുത്ത ശേഷം 2-3 തവണ നന്നായി കഴുകിയെടുക്കുക കേട്ടോ. ഇത് വിരിഞ്ഞ ടൈപ്പുള്ള കൂണാണ്. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ തണ്ടുകളൊന്ന് വേകാൻ പ്രയാസമാണ്. ഞാൻ ഇതിന് മുന്നേ ചെയ്തപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കുക്കറിൽ ഒരു 2 വിസിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഇല്ലാതെയും ചെയ്യാം. കൂൺ പെട്ടെന്ന് വേവുന്ന പറയുക. പക്ഷേ ഈ ഒരു വിരിഞ്ഞ പൂക്കളുടെ കൂണ് അതിൻ്റെ തണ്ടുകൾ വേകാൻ വളരെ പ്രയാസമാണ്. നമുക്കത് ഒരുപാട് നേരിട്ട് വേവിച്ചെടുക്കേണ്ടത്. അതിനെക്കാട്ടും നല്ല കുക്കറിൽ 2 വിസിൽ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മസാലയ്ക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കരുത്. നമുക്ക് 1-2 വിസിൽ ആക്കിയെടുക്കാം. ചപ്പാത്തിക്കും ചോറിനൊക്കെ സൂപ്പറാണ് കേട്ടോ. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു കൂൺ കറി വെച്ചാലുണ്ടാവാം. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവമുള്ള കൂൺ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന കൂണ് പിന്നെയും നമുക്ക് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാങ്ങിക്കുന്ന കൂണിൽ തണ്ട് വെന്ത് വരാൻ പ്രയാസമാണ്. ആ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ അത് ആയിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള ഇതെല്ലാം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിച്ചിട്ട് ഈ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. സംഭവം ടേസ്റ്റിയാണ്. ഭയങ്കര പ്രോട്ടീനാണ്, അറിയാമല്ലോ. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്കൊരു വെറൈറ്റിയാണ്. ചോറിനും സൂപ്പറാണ്, ചപ്പാത്തിക്കും സൂപ്പറാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലുള്ള മസാലകളൊക്കെ ശ്രദ്ധിച്ചോളൂ. അത്യാവശ്യം നന്നായിട്ട് എരിവിട്ടുണ്ടാക്കിയാൽ മാത്രമേ ഈ ഒരു കൂൺ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മധുരിപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ഓൾറെഡി ഉപ്പ് ഞാൻ അതിനാവശ്യമുള്ള ഉപ്പ് അതിലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഓഫീസിൽ ഒന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വാങ്ങിക്കുന്ന കൂന് ക്ലീൻ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഞാനൊരു 1 സ്പൂണ് ചേർക്കണ്ട്. ഏതെങ്കിലും ഒരു ബ്രാൻഡ് ചേർക്കാം. അപ്പോൾ 1 സ്പൂണ് ചിക്കൻ മസാല. ഇപ്പം നമ്മൾ കണ്ട കൂണതിൽ ഒരുപാടുണ്ടെങ്കിലും അതൊന്ന് വേവിച്ച് കഴിയുമ്പോൾ അതൊന്ന് ചെറുതായി പോവും. അതായത് അതങ്ങ് ഒതുങ്ങിപ്പോവും. അപ്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ചിക്കൻ മസാല. പിന്നെ ഓൾറെഡി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല ഉണ്ടമുളക് പച്ചമുളക് എടുത്തിരിക്കുന്നത്. നല്ല എരിവുണ്ടായിനും. നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ദേ കണ്ടോ, നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് നമ്മൾ അതിൽ കുറച്ച് വെള്ളം വന്നിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർക്കരുത്. ആ ഒരു കൂൺ മാത്രം ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്ക് വേറെ വെള്ളം ചേർക്കുക. കാരണം ചില സമയം അതിനൊരു പച്ച മണമുണ്ടോ ആ വെള്ളത്തിന്. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ചേർക്കാൻ നിൽക്കരുത്. ഡയറക്റ്റായിട്ട് നമ്മൾ വേറെ നല്ല വെള്ളം ഇതിലേക്ക്, കുറച്ച് മസാല വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച് പിന്നെ നമുക്ക് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ട് നമ്മുടെ കൂൺ കറി റെഡിയാണ്. സമയം ലാഭമാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ വേവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെന്തായാലും കുറച്ച് കൂടുതൽ സമയം, തണ്ട് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതിൻ്റെ പൂ പെട്ടെന്ന് വേവും, പക്ഷേ അതിൻ്റെ തണ്ട് വെന്ത് വരാൻ സമയം എടുക്കും. അപ്പോൾ നമ്മുടെ വെറുതെ സമയം നഷ്ടമായിപ്പോവും. അപ്പം നമ്മൾ മസാലയൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. നേരം കൊണ്ട് നമുക്കിത് കുക്കറിലാക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം എല്ലാ എരിവ് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെക്കാം. വേണ്ടത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. നമുക്ക് ചപ്പാത്തിക്ക് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കൂണൊന്ന് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യട്ടെ. കൂണ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെട്ടു പോകും കൂൺ കറി വെച്ച് കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റാണ്. നമുക്ക് പിന്നെ ഇത് കഴിച്ച ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് ക്ലീനിങ് ഒന്നും ഒരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇതാക്കിയ ശേഷം മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വെച്ച ശേഷം നമ്മുടെ കറി റെഡിയാക്കി എടുക്കുക. അത് അത്രയേ ഉള്ളേ. ഇനി വേറെ അതിൽ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് സെറ്റാക്കി ഇനി അത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂണ് കറി ഇതിപ്പോൾ റെഡിയാവും. ഇതേ കണ്ടല്ലോ, അതേ റെഡി ആയിട്ടുണ്ട്. കണ്ടോ,
നല്ലവണ്ണം ഒന്ന് കുഴഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. മഷ്റൂം മസാല സൂപ്പറാണ്. ചപ്പാത്തിക്കും ചോറിനും സൂപ്പറാണ്. ചപ്പാത്തിക്കാണ് കൂടുതൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കൂ കേട്ടോ.